വാർത്തകളിലേക്ക്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കം. സഭയുടെ സുഗമമായ നടത്തിപ്പിനായി സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ഇന്ന് ചേരും. ആദായ നികുതി ബില്ലടക്കം സുപ്രധാന ബില്ലുകൾ സഭാ സമ്മേളനത്തിൽ കൊണ്ടുവരും. പഹൽഗാമിലെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം. ER രാഗേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ER, വെരി ഗുഡ് മോർണിംഗ്. ഏതൊക്കെ പ്രധാനപ്പെട്ട ബില്ലുകളാണ് ഈ വർഷകാല സമ്മേളനത്തിൽ സഭയുടെ മുന്നിലേക്ക് എത്തുന്നത്? അതിനപ്പുറം ഏതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ചർച്ച ആവശ്യപ്പെടാനാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്? ആര്യ, ഗുഡ് മോർണിംഗ്. ഏതായാലും പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് നാളെ തുടക്കമാവുകയാണ്. 21 സിറ്റിങ്ങുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അങ്ങനെ ഓഗസ്റ്റ് 21 വരെയാണ് ഈ സഭ സമ്മേളിക്കുക. ഏതായാലും മുൻപത്തേതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ സഭാ സമ്മേളനം പ്രക്ഷുബ്ധമാകാൻ തന്നെയാണ് സാധ്യത. പ്രത്യേകിച്ച് നിരവധി വിഷയങ്ങൾ ഇതിനോടകം തന്നെ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാനായി പ്രത്യേക സഭാ സമ്മേളനം വിളിക്കണമെന്നത് പ്രതിപക്ഷത്തിന്റെ ആവശ്യമായിരുന്നു. ആ ആവശ്യം നേരത്തെ തന്നെ സർക്കാർ തള്ളിയതാണ്. സർക്കാർ അന്ന് പറഞ്ഞ ന്യായം വർഷകാല സമ്മേളനത്തിന് ഇനി ഏതാണ്ട് ഒരു മാസം മാത്രമേ ബാക്കിയുള്ളൂ എന്ന വാദമാണെന്ന് സർക്കാർ നിരത്തിയത്. ഏതായാലും ആ വിഷയത്തിന് ശേഷം പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഡൊണാൾഡ് ട്രംപിന്റെ അടക്കം ഭാഗത്തുനിന്നുണ്ടായി. കാരണം ഇന്ത്യ ഇത്തരത്തിൽ മധ്യസ്ഥ ശ്രമത്തിലൂടെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നം പരിഹരിച്ചത്. അതിന് താനാണ് നേതൃത്വം വഹിച്ചതെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ഇന്ത്യ ഇക്കാര്യം നിഷേധിച്ചിരുന്നെങ്കിൽ പോലും ട്രംപ് ആ വാദം ആവർത്തിക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും ആ വിഷയം സഭാ സമ്മേളനത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കും. ഒപ്പം തന്നെ സുരക്ഷാ വീഴ്ച പഹൽഗാമിലുണ്ടായി എന്ന വാദം ആദ്യം മുതൽ തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. ഇത് കൂടാതെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഘട്ടത്തിൽ എത്ര യുദ്ധവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ചോദിച്ചിരുന്നു. ആദ്യമൊന്നും തന്നെ അതിന് മറുപടി ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് സംയുക്ത സേനാ മേധാവി അനുൽ ചൗഹാൻ തന്നെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നഷ്ടം സംഭവിച്ചു എന്ന പ്രതികരണമുണ്ടായി. അപ്പോൾ ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ സർക്കാർ വ്യക്തത വരുത്തണമെന്ന ആവശ്യം കൂടി പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണമാണ്. ഇതിനെതിരെ നേരത്തെ തന്നെ പ്രതിപക്ഷം രംഗത്ത് വന്നതാണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടതാണ്. അപ്പോൾ ഈ വിഷയം കൂടി ഉന്നയിക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. ഏതായാലും 3 വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആവശ്യം ഇന്നലെ ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിൽ മല്ലികാർജുൻ ഖർഗെ വ്യക്തമാക്കിയിരുന്നു. ഇതിലെ പൊതു അഭിപ്രായം രൂപീകരിക്കാൻ വേണ്ടിയാണ് ഈ യോഗം ചേരുകയും ചെയ്തത്. ഖർഗെ മുന്നോട്ട് വെച്ച നിലപാടിനോട് ഭൂരിപക്ഷം നേതാക്കളും അംഗീകരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 3 വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരിക്കും പ്രതിപക്ഷം സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുക. ഏതായാലും ഓപ്പറേഷൻ സിന്ദൂർ വലിയ നേട്ടമെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. ഈ വിഷയം പ്രത്യേകമായി സഭാ സമ്മേളനം ചർച്ച ചെയ്യും. അതുകൊണ്ട് തന്നെ സർക്കാരിന് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ മേധാവിത്വം ഇതിനകത്ത് ഉണ്ടായി, പാകിസ്ഥാന് ശക്തമായ മറുപടി നൽകി തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കാനുള്ള ശ്രമം തന്നെയായിരിക്കും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുക. ഏതായാലും ഇന്ന് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. 12 മണിക്കാണ് യോഗം ചേരുന്നത്. സർക്കാർ സ്വാഭാവികമായും എല്ലാ സഭാ സമ്മേളനത്തിലും ഇത്തരം യോഗം ചേരാറുണ്ട്. പ്രതിപക്ഷത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് ഏതായാലും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ആര്യ, ER രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.